സമകാലികം സെഷനിൽ നമ്മളോട് കൂടെയുള്ള അതിഥി പിന്നെ അജ്സലാണ് അതിഥി. അജ്സലിൻ്റെ ഉപ്പ ഫാസിൽക്ക ഇവിടെ നമ്മളെ കൂടെ ഉണ്ട്. അതെ, ഫാസിൽക്ക ജസ്റ്റ് നമ്മളെടുത്ത ഒരു ചെറിയ സെഷനിൽ നമ്മളെ കൂടെ ഉണ്ടാകും. പിന്നെ അജ്സലാണ് വരിക. ഞാനൊരു ദിവസം വാട്സപ്പിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു പയ്യൻ, അവൻ്റെ എനർജി എന്ന് പറയണത് വലുപ്പത്രേ ഉള്ളൂ, പക്ഷേ എനർജി എന്ന് പറയുന്നത് ഭയങ്കര വലിയ എനർജിയാണ്. ഭയങ്കര ആവേശത്തിൽ അവനിങ്ങനെ സംസാരിക്കണത് വളരെ യാദൃശ്ചികമായിട്ട് വാട്സാപ്പിൽ കാണാൻ സാധിച്ചു. അവൻ എൻ്റെ ഒരു ടോക്ക് കേൾക്കണതിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ കൂടെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോക്കുമായി ബന്ധപ്പെട്ട അവൻ്റെ ചില സജഷനുകളും അവൻ്റെ ചില അപ്രിസിയേഷനുകളും അവൻ്റെ നിർദ്ദേശങ്ങളും പ്രശംസകളും അവൻ്റെ പിന്നെ ചില ചിന്തകളൊക്കെയാണ് അതിലിങ്ങനെ പറയണത്. അപ്പം അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിരിക്കും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ശേഷം ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. ഞാൻ പലപ്പോഴും തിരൂരൊക്കെ പോകുമ്പോൾ അവനൊന്ന് കാണാൻ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവസാനം എല്ലാം കൂടി എത്തിക്കൂടി ആകലില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോഴാണ് ഫാസിൽക്ക കൊണ്ടുവന്നത്. 2023 2023 അതിൻ്റെ മുമ്പുണ്ട്. എൻ്റെ വാട്സാപ്പ് ഒന്ന് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഫാസിൽക്ക ഇവിടെ എത്തി. ഇന്നലെ ഇപ്പോൾ മോൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട അവർ വടകരയിലാണുള്ളത് അല്ലേ? വടകരയിലാണുള്ളത്. ഫാസിൽക്ക തിരൂർ BP അങ്ങാടി സ്വദേശിയാണ്. നമ്മൾ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തിയിട്ടുള്ളത് സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന രക്ഷിതാക്കളുണ്ടാകും കുട്ടികളുടെ കാര്യത്തിൽ. അപ്പം അജ്സലിൻ്റെ കാര്യം നമുക്കൊന്ന് പറയാം. അജ്സലിനുള്ള പ്രശ്നം എന്താണെന്ന് ഫാസിൽക്ക ഒന്ന് പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അജിസൽ 6 മാസം കഴിഞ്ഞോടെ തന്നെ അവൻ്റെ ഡെലിവറി ഉണ്ടായി. മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു. ഒരു 38 ദിവസം അവിടെ NICയിൽ കിടന്നു. പിന്നെ എല്ലാ കാര്യത്തിനും കുറച്ച് താമസം ഉണ്ടായി. മുട്ടുത്താനും അതുപോലെ തല ഇറക്കാനും എല്ലാത്തിനും താമസിച്ച്. പിന്നെ ഞങ്ങൾ അങ്ങനെ വേറെ ഒന്നുമില്ലാത്ത നടത്തത്തിലേക്ക് എത്താത്ത ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച്. അപ്പോൾ ഫിസിയോതെറാപ്പി തുടങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 1.5 വയസ്സ് മുതൽ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും ചെയ്ത്. പിന്നെ അപ്പോൾ കഴിഞ്ഞ 2 വർഷം മൈസൂരിൽ നിന്ന് പിന്നെ തിരിച്ച് പോന്ന് മുംബൈയിൽ പോയി ഒരു ഓപ്പറേഷൻ ചെയ്ത്. അപ്പോൾ കാലിൻ്റെ മുട്ട് നീർന്ന് മടമ്പ് താഴത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാലൻസിങ് ആയിട്ടില്ല. അങ്ങനെ അതിനുള്ള തെറാപ്പിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വടകരയാണ് താമസം. 8 മാസമായി. അപ്പം നിങ്ങളും കുടുംബം അവിടെയാണ് താമസം? അവിടെയാണ് ഇപ്പോൾ താമസം. അവിടെ വീടെടുത്തിട്ട് അവിടെ താമസം. ജോലി തിരൂരിൽ? ജോലി തിരൂർ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വരും. പിന്നെ ഓൺലൈനിലായിട്ട് ചെയ്യും. ഓക്കെ. അപ്പം ഇതിൻ്റെ ഇപ്പം ചികിത്സ ഏത് പ്രായത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ചികിത്സ അതിന് ഒരു 1.5 വയസ്സ് മുതൽ ഇങ്ങനെ ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. ഓരോരുത്തരിങ്ങനെ പറയും അവിടെ പോയി ചെയ്താൽ ശരിയാവും. അങ്ങനെ പോയി നോക്കും. ഈ ഒരു സംഭവം അറിയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ചുറ്റുഭാഗത്തൊക്കെ ഇങ്ങനെ കുട്ടികൾ പല രൂപത്തിലുള്ള അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പം അതാണ് ഒരു പരീക്ഷണമാണ് എന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോയി. എവിടെയാണ് ചികിത്സ ആദ്യം തുടങ്ങുന്നത്? ചികിത്സ ആദ്യം നാട്ടിൽ പിന്നെ ചെമ്മാട് ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് ഒരു കൊടക്കൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ഒരു 3 മാസം അവർ പിന്നെ ആയുർവേദം ഉഴിച്ചിലൊക്കെ ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞ് അവിടെ പോയി ചെയ്ത്. അവിടെ ഒന്നും കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയാണ് മൈസൂരിലേക്ക് പോയത്. അവിടെ 2 വർഷം നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇപ്പോൾ മുംബൈയിലുള്ളൊരു ഡോക്ടർ കോഴിക്കോട് വന്നിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അവൻ്റെ ഓപ്പറേഷന് ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ട് നിവർന്ന് ഏകദേശം അവനക്കൊരു ബാലൻസിങ് കിട്ടും, ഫിസിയോതെറാപ്പി തുടർച്ചയായി ചെയ്താൽ മതി. അങ്ങനെ പിന്നെ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് അവനൊരു വീഡിയോ അയച്ചിരുന്നു. അവനിങ്ങനെ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നതും ഒരു ബലൂണോ മറ്റോ അങ്ങനെ പിടിക്കണതൊക്കെ. അപ്പം ഇപ്പോൾ അവന് മാക്സിമം അവൻ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു മിനിറ്റൊക്കെ പിടിക്കാതെ നിൽക്കും. പിന്നെ വാക്കറിൽ നടക്കും, പിടിച്ചിട്ടൊക്കെ നിൽക്കും. ബാലൻസിങ് ഫുള്ളായിട്ടില്ല, ആയിട്ടില്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കാൻ കുറേ ടൈം
സമയമെടുക്കും. സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെ പഠനവും സ്കൂള് പിന്നെ നടക്കുന്നുണ്ട്. സ്കൂള് കഴിഞ്ഞിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഡീറ്റെയിൽ അജിസലിനോട് ചോദിക്കാം, അവനോടും ചോദിക്കണമല്ലോ. അതെ. ഒരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ ഫ്രീ ആക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളടുത്ത് പലരും പല പല ചികിത്സ നിർദ്ദേശിച്ചു എന്ന്. ഇങ്ങനെ ആകുമ്പോൾ പൊതുവേ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ചികിത്സകളും ആളുകൾ നിർദ്ദേശിക്കലുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അങ്ങനത്തത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരോട് നമ്മൾ പറയും അള്ളാ എൻ്റെ ഒരു പരീക്ഷണമാണ്, അപ്പം അള്ളാ പറഞ്ഞ മാർഗത്തിലൂടെ നമ്മൾ ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം അതുമായി ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ ശ്രോതാക്കളോട് പറയുന്നു, ഇപ്പോൾ ഇത് കേൾക്കുന്ന, ഇനി റിവൈൻഡിൽ നിന്ന് കേൾക്കുന്ന, യൂട്യൂബിൽ നിന്ന് കേൾക്കുന്ന ആളുകളോടൊക്കെ പറയുന്നു, നമ്മളെ ആത്മാർത്ഥമായി അജിസലിന് വേണ്ടി പ്രാർത്ഥിക്കുക. അജിസലിൻ്റെ ഇഷ്യൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവന് കുറച്ച് നേരത്തെ പ്രീമെച്ചോർഡാണ്, നേരത്തെ ജനിച്ച കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ വളർച്ചാഘട്ടങ്ങൾ, ഒരു ഗർഭകാലത്തെ വളർച്ചാഘട്ടങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ വന്നതുകൊണ്ട് തന്നെ അവന് സ്വയം നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ഫാസിൽക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഭാര്യ ഫുൾ ടൈം അവൻ്റെ കൂടെ ഉണ്ട് അല്ലേ? ഫുൾ ടൈം അവൻ്റെ കൂടെ ഉണ്ട്. കുറച്ചൊരു ധീരമായി വിഷയത്തെ അവർ അഭിമുഖീകരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അജിസലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ വിചാരിക്കുന്നത്, രാവിലെ ചോദിച്ചാൽ വൈകുന്നേരം പഠിച്ച ഉത്തരം കൊടുക്കുന്ന ടൈപ്പ് കുറേ മനുഷ്യന്മാരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ കാണാതെ അങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റി, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പീസ് റേഡിയോ കുടുംബങ്ങളിലുണ്ട്. അതോടൊപ്പം ഞാൻ ശ്രോതാക്കളോട് പറയുന്നു, നമ്മളെ കുട്ടികൾ കുറച്ച് കുസൃതി കാണിക്കുമ്പോൾ, പിടിച്ച് കയറുമ്പോൾ, അവർ ഇറങ്ങി ഓടുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുന്ന, ഭയങ്കരമായിട്ട് അസംതൃപ്തരാകുന്ന കുറേ രക്ഷിതാക്കൾ ഉണ്ടായാലുണ്ട്. എന്താ പഠിച്ചവനെ ഈ കുട്ടീനെ കൊണ്ട് കാട്ടുക, ഇതാകെ ഓടുകയാണല്ലോ, ഇത് പിടിച്ചിട്ട് നിൽക്കണില്ലല്ലോ, ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന രക്ഷിതാക്കളുണ്ട്. അവരൊക്കെ ഓർക്കേണ്ട, ഫാസിൽക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, എത്ര വർഷമായി? 11 വയസ്സായിപ്പോൾ എനിക്ക്. ഏകദേശം ഒരു 1.5 വയസ്സിന് ശേഷം, ഏകദേശം 9-9.5 കൊല്ലമായിട്ട് നടന്നു കാണാൻ ആഗ്രഹിക്കുന്നു. മോനൊന്ന് നടന്നു കാണാൻ, അവനൊന്ന് എണീറ്റ് നിൽക്കാൻ, അവൻ്റെ കാര്യം ചെയ്യാൻ ഒക്കെ വേണ്ടിയുള്ള ഒരു അധ്വാനത്തിലാണ്. അപ്പോൾ പടച്ചോ നമുക്ക് തന്ന അനുഗ്രഹമാണ് ഈ മക്കളുടെ കാര്യത്തിലുള്ളത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നിടത്ത് കുറച്ചൊരു സൂക്ഷ്മത വേണം, ശ്രദ്ധ വേണം എന്നീ ഘട്ടത്തിൽ പറയാണ്. ഫാസിൽ ഖാൻ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം അഭിമാനപൂർവ്വം അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. തൗഹീദിൻ്റെ വെളിച്ചം കിട്ടിയതിൻ്റെ ഒരു ഗുണമാണ് അദ്ദേഹം ഒരു ചെറിയ അടർച്ച പോലും ഇല്ലാതെ അവിടെ ഇരിക്കണത് എന്നാണ് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അജിസലായിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അജിസലിനെ കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ നോക്കാൻ പറ്റുമോ? അടിപൊളി. പിന്നെ ആള് ഭയങ്കര ഭംഗിയാണ് അല്ലേ? നല്ല സുന്ദരനാണ് മാഷാ അല്ലാഹ്. അല്ലാഹു എല്ലാ നിലക്കുള്ള കാര്യങ്ങൾ ബർക്കത്ത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇവന് നമ്മളെ വളരെ അടുത്തൊരു ചങ്കാണ്. എങ്ങനെയാണ് പരിചയം? ഞങ്ങള് ഭയങ്കര വാട്സപ്പ് ഫ്രണ്ട്സാണ്. വാട്സപ്പൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ ഞങ്ങളെ ചങ്കുകളെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കണ്ടോളി. അച്ഛൻ ഇങ്ങനെ വെക്കും, ഇവിടെ മൂക്കിൽ വെച്ചില്ലേ, ഇനി ഇവിടെ കൊണ്ടാ. ഇപ്പോൾ ചങ്ക അപ്ഡേറ്റ് ആയി. സാധാരണ സ്കൂളിലെ കുട്ടികളോട് പറയുന്ന ഒരു കമൻ്റാണിത്. പക്ഷേ ഞാൻ ചങ്കാട്ടെ എന്ന് പറഞ്ഞു വരും, വിരലും ചൂണ്ടിയിട്ട്. ആയിക്കോട്ടെ. എന്നിട്ട് എന്താ വിശേഷം? എപ്പോഴാ വടകരന്ന് വന്നേ? വടകരന്ന് നല്ല രാത്രി 7:30 മണിക്ക്. 7:30 മണിക്ക് അവിടെ നിന്ന് പോകുന്നോ അതോ വീട്ടിലെത്തിയോ? 7:30 മണിക്ക് പോകുന്നത്. അപ്പം രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? രാവിലെ ഒരു 5 മണി. ഇന്ന് 5 മണിക്ക് എണീറ്റ്, അല്ലെങ്കിൽ ഒരു 7 മണിയൊക്കെ ആവും. രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഇത് പിന്നെ പല്ലേക്കും, മുഖം പല്ല് തനിച്ച് കേൾക്കും. തനിച്ച് കയ്യിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. അങ്ങനെ പിന്നെ ചെറുതായിട്ടൊക്കെ തേക്കാൻ പറ്റും. നല്ലൊരു കാര്യം തീരുമാനിച്ചാലോ? ഇനി എല്ലാ ദിവസവും മോന് പറ്റണ പോലെ മോൻ എന്തായാലും തേക്കും.
പിന്നെ ഉമ്മാൻ്റെ സപ്പോർട്ട് കൊടുക്കും. ആ സെറ്റാണോ? ആ എന്നാ കൊടു. യെസ്. ശരി, പിന്നെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ മൂത്രയ്ക്കും. പിന്നെ ഇത് അപ്പോൾ ഉമ്മാൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ഞാൻ പിന്നെ പാത്രത്തിൽ ഒഴിക്കലാണ്. അങ്ങനെയൊക്കെ ഇതൊക്കെ ആവും. എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ ഇത് ഹോംവർക്കൊക്കെ ചെയ്യും. ചിലപ്പോൾ അത് രാത്രി തന്നെ ചെയ്ത് തീർക്കും. ആ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? 4ാം ക്ലാസ്. ആ, ഏത് സ്കൂളിലാണ്? ചീനമ്പൂട് നോർത്ത് JB. ഈ പിന്നെ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ? സ്കൂളിലെ ഫ്രണ്ട്സ് എന്ന് പറയാൻ അതൊക്കെ ഒരു കഥയാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്? ആ, ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ അവരെല്ലാ സപ്പോർട്ടും ചെയ്തു തരും. എനിക്ക് കൈയൊക്കെയുള്ള ഇതെല്ലാം ആക്കി തരും. കൈ പിടിച്ചിട്ട് കഴുകി തരും. പിന്നെ കുട്ടികൾ പാത്രം കഴുകി തരും, ഗ്ലാസ് ഇതാക്കി തരും, കഞ്ഞി ഇതാക്കി തരും. അങ്ങനെയൊക്കെ കുറേ. അപ്പോൾ അവിടെ കുറേ ചങ്കുകളുണ്ട്. ആ, അവിടെ കുറച്ചൊക്കെ ഉണ്ട്. മാഷാ അല്ലാ. പിന്നെ നിന്റെ ലൈഫിൽ, അജ്സൽമോൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഏറ്റവും സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? സന്തോഷമുള്ളതെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ എഴുതാൻ പറ്റണതും. എനിക്കാദ്യമൊന്നും എഴുതാനൊന്നും പറ്റൂലായിരുന്നു. പിന്നെ അങ്ങനെ ട്യൂഷനും ഇതൊക്കെ പോയി അങ്ങനെ എഴുതാനൊക്കെ പറ്റി. പിന്നെ അങ്ങനെ ഓരോ ടെലിക്വിസിലും ഇതൊക്കെ നമ്മള് വിളിക്കലുണ്ടല്ലോ. നമ്മള് സ്ഥിരം ശ്രോതാവാണ്, കേൾക്കണ. അങ്ങനെ കുറെ സമ്മാനം കിട്ടുമ്പോഴും ഒക്കെ സന്തോഷം ഉണ്ടാവലുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അതിലേറെ സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ അജ്സലിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അജ്സലിൻ്റെ സംസാരം കേട്ടിട്ട് എന്താണ് തോന്നിയത് എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? ഇവിടെ ബിനിത ആലുവ, നെച്ചുമയിൽ നിന്നുള്ള ബിനിത ആലുവയുടെ കമൻറ്റ് തന്നെ. അജ്സലിനെ പറ്റി അറിയാൻ നല്ല ആഗ്രഹമായിരുന്നു, സാധിച്ചതിൽ വളരെ സന്തോഷം. മോൻ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. നാദിറ ഷാഫി വെന്നൂരിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: സമകാലികത്തിൽ അജ്സൽ മോനെ ഞാൻ ഓർക്കുന്നു. ക്വിസിലൂടെയാണ് പരിചയപ്പെട്ടത്. ഞങ്ങളും ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡായ മോളുടെ പാരൻ്റാണ്. ഇതെല്ലാം ജീവിതത്തിലെ പരീക്ഷണങ്ങളാണ്. പക്ഷേ തളരാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മോടൊപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകും. അജ്സൽ മോനും അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. അപ്പോൾ നിനക്ക് വേണ്ടി ധാരാളം ആളുകൾ, നീ ആള് വൈറലാണല്ലോ. വൈറലാണ്, പാട്ടും പ്രസംഗം എല്ലാം വൈറൽ തന്നെയാണ്. അടിപൊളി, സൂപ്പർ. പിന്നെ നസീമ തവനൂരിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: അസ്സലാമു അലൈക്കും, പ്രാർത്ഥിക്കുന്നു അജ്സലിനായി. അറിയാം, ടെലിക്വിസിൽ സ്ഥിരം വിളിച്ചിരുന്ന കുട്ടിയല്ലേ എന്നാണ് ചോദ്യം. അതെ അതെ. അതിപ്പോൾ നമ്മളൊക്കെ കെട്ടിവെച്ച പൈസ പോണ പോലെയാണല്ലോ. നീ ഭയങ്കര സെലിബ്രിറ്റി ആയി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നൗഫലസ് ചുങ്കം, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ്: അസ്സലാമു അലൈക്കും, ആ മോന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകി ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു ആമീൻ. എപ്പോഴും ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണല്ലോ. എല്ലാരും അതായത് ഇന്ന് ഉത്തരം പറഞ്ഞ 4 ചോദ്യം ചോദിച്ചാൽ നിന്നെ കുടുക്കാനുള്ള പരിപാടിയാണ് നമ്മള്. അപ്പൊ ഇതിന്റെ ഇടയിലേ നമ്മള് ഒരു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പീച്ച് പ്ലേ ചെയ്യണം. ആ സ്പീച്ച് ആരാണ് നടത്തിയതെന്ന് ശ്രോതാക്കൾ പറയണം. ഇതൊരു ക്വിസായിട്ട് വേണ്ടല്ലേ? ക്വിസല്ല, ഒരു ഓഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യും. ആ സ്പീച്ച് ആരാണ് നടത്തിയതെന്ന് ശ്രോതാക്കൾ പറയണം, അതുപോലെ അജ്സലും പറയണം. ഒരു കുട്ടിയുടെ സ്പീച്ചാണ്, ശബ്ദത്തിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കഴിഞ്ഞിട്ടേ പറയാവൂ, കഴിഞ്ഞതിന്റെ മുമ്പ് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടേ പറയാവൂ. സെറ്റല്ലേ? ശരി, എന്നാൽ അതൊന്ന് പ്ലേ ചെയ്യോ ടെക്നിക്കൽ ഡെസ്കിൽ നിന്ന്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق
ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഒരുപാട് പരീക്ഷണങ്ങൾ അവരും അനുഭവിച്ചിട്ടുണ്ട്. ചിലരൊക്കെ പറയും, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ നീ പരീക്ഷിക്കുന്നത്? അത് ശരിക്ക് അള്ളാഹുവിനോടുള്ള നന്ദികേടാണ്. നന്ദികേടെന്ന് വെച്ചാൽ അത്രയും മോശമായ നന്ദികേട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ ഇനിയാണ് ആവേശത്തോടു കയറാണ് സംസാരമാണ്. മാഷാ അല്ലാ. ഇനിയാണ് കത്തിക്കര ഇതാരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ചോദിച്ചപ്പോ കുറെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആരാണ് അയച്ചത്? അത് ഇത് ഇവൻ എനിക്ക് സുലേഖ ഹമീദ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് അജിസൽ മോനാണോ എന്ന് ചോദിച്ചിട്ട്. അതെ, ഒരുപാട് ആൾക്കാർ അജിസലാണ്. മാത്രല്ല ഈ പിന്നെ മെസ്സേജ് ഒന്നും അയക്കാതെ അങ്ങനെ ഒളിഞ്ഞിരിക്കണ കുറെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ പുറത്തു കൊണ്ടുവരലും കൂടിയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇവർക്കൊക്കെ മെസ്സേജ് അയക്കാൻ അറിയുന്ന മനസ്സിലായിപ്പോ. അതെ, നമ്മളൊക്കെ ഇവിടെ എത്ര മണിക്കൂർ ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ട് വന്നപ്പോഴാണ് ഒരുപാട് ഒരാളൊരു മെസ്സേജ് വെച്ചിട്ടില്ല. നിന്നെ കണ്ടപ്പോഴാണ് എല്ലാം ആകെ ഇളക്കി മറിയണ ടീം. ബാറക്കല്ലാഹു ഫീക്ക്. ആമീൻ. അപ്പോൾ ഇവൻ എനിക്ക് വാട്സപ്പിൽ ഇടയ്ക്ക് സ്പീച്ചുകളൊക്കെ അയക്കും, അവൻ്റെ സ്പീച്ചുകൾ. ഈ സ്പീച്ചുകൾ എങ്ങനെയാണ് നടത്തുന്നത്? അത് ഞാൻ ഒറ്റക്കന്നെ വിഷയം ഉണ്ടാക്കിയതാക്കണം. മാഷാ അല്ലാ. എങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുക? ആയത്ത് ഞാൻ പഠിക്കണുണ്ടെങ്കിൽ അത് ഇതാക്കും. ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ബക്കറ, പിന്നെ 26ാമത്തെ ജ്യൂസ്, മറ്റേ കോഫ്, അതൊക്കെ പഠിക്കുന്നുണ്ട്. എത്ര സൂറത്താ ഹിഫ്ളുള്ളത്? അത് അമ്മ മുതലും കണ്ട് തബാറക്ക ജ്യൂസ് അറിയില്ല, ഇത് അറിയാം, അമ്മ ഒക്കെ അറിയാം. അല്ലാഹു ഖുർആൻ പൂർണ്ണമായി ഹിഫ്ളാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഓക്കെ, സ്പീച്ചിനെ കുറിച്ച് തന്നെ ചോദിക്കാം. സ്പീച്ച് നീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ കാര്യങ്ങളൊന്ന് പറയും. സ്പീച്ച് ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ തന്നെ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഉമ്മച്ചിനോട് ഞാൻ ചോദിക്കും ഏത് വിഷയാ വേണ്ടിയെന്ന്. പിന്നെ ഉമ്മച്ചി പറഞ്ഞില്ലെങ്കിൽ ഞാനെല്ലാം ഉണ്ടാക്കും. ഇപ്പത്തെ ഇതൊക്കെ നോക്കിയിട്ട് ഉമ്മച്ചി പറയലില്ലേ? പറയാലൊക്കെ ഉണ്ട്, പക്ഷെ ഇടക്കൊന്നും പറയില്ല. പണിഷ്മെന്റ് കൊടുക്കണല്ലോ, ഫൈൻ ഇടണല്ലോ. ഫൈനാ അതൊന്നും പാടില്ല. ഓക്കെ, അപ്പോ ഒരു തീരുമാനം എടുത്താലോ? എന്ത്? പീസ് റേഡിയോയില് ആഴ്ചയിൽ ഒരു ദിവസം ഇനി അജ്സലിന്റെ പ്രോഗ്രാം ഉണ്ടാവും. അത് വടകര തന്നെ, ഇതെല്ലാം ഇപ്പൊ തിരുവനന്തപുരം വന്നതാ. വടകരന്ന് വരാലോ, അതിനെന്താ? ഇങ്ങോട്ട് വരണ്ട, നിനക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഓപ്ഷൻ ഇടുകയാണ്. എന്നിട്ട് നിന്റെ ഒരു 3 മിനിറ്റ് സ്പീച്ച് സ്റ്റുഡിയോയിലത്തതല്ലാത്തത്, ഇവിടെ എല്ലാവരും ഹുസൈൻ സലഫി, പിന്നെ PN അബ്ദുൽ ലത്തീഫ് മദനി, ഇങ്ങനത്തെ ആളുകളൊക്കെ അവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ടേ പ്രസംഗിക്കുള്ളൂ. പക്ഷെ നിനക്കൊരു സ്പെഷ്യൽ ഓപ്ഷൻ നമ്മൾ തരികയാണ്. അതെന്താണ്? സ്റ്റാർ ക്വസ്റ്റില് നിന്റെ ഒരു 3 മിനിറ്റ് സ്പീച്ചിന് എല്ലാ എപ്പിസോഡിലും ഉണ്ടാവും. സെറ്റാണോ? ഇത് പിന്നെ ഇത് ആദ്യം വെച്ചാല് ആദ്യം സ്കൂളിൽ പോണം 10 മണിക്ക്, പിന്നെ തിരിച്ചെത്തല് 4 മണിക്കാ, പിന്നെ വീട്ടിൽ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് അപ്പൊ തന്നെ 4:50 അപ്പൊ തറാബിക്ക് പോണം. പിന്നെ അങ്ങോട്ട് തിരിച്ചെത്തുമ്പോ 9 മണിയാവും. പിന്നെ ഹോംവർക്കൊക്കെ ചെയ്യണം. ഇത് ചെവിക്ക് പിടിക്കേണ്ട ഒരു പരിപാടിയാണ്. അതായത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാല് ഞാൻ ചെയ്യൂലെന്നാണ്, തിരക്കാണ്, അപ്പൊ പ്രശ്നമാണ്. ഇപ്പൊ ഞായറാഴ്ച സ്കൂൾക്ക് എപ്പോഴാ പോലെ? ഞായറാഴ്ച ഇല്ല, ശനി ഞായറില്ല. അപ്പോഴാണ് അപ്പൊ ഏതാക്ക? അപ്പോഴാണ് പ്രവാചനൊക്കെ നോക്കല്. അപ്പൊ ഇനി എല്ലാ ആഴ്ചയിലും സ്റ്റാർ ക്വസ്റ്റില് 3 മിനിറ്റിന്റെ നിന്റെ സ്പീച്ച് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് പോലീസാണ് വരെ പിടിക്കാന്. പോലീസ് CI മാധവൻ എന്ന് പറഞ്ഞ ആളുണ്ട്, കാണണോ? CI മാധവനെ കാണിച്ചു തരാം.
കണ്ടോ CI മാധവൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പിടിക്കുന്ന പോലീസാണ്. കണ്ടോ കണ്ടോ നീ എന്താ വിചാരിച്ച? ഞാൻ വെറുതെ പറയാൻ വിചാരിച്ചോ? അല്ല, എനിക്ക് പോലീസിനൊന്നും പേടില്ല. അല്ലേ, ഞാൻ വിചാരിച്ചു നിനക്ക് പോലീസിനെ പേടിയുണ്ട്. ആ കേട്ടോ, നോക്കട്ടെ. ഇതെന്തോടോ കിട്ടാത്ത കേട്ടോ, ഇതൊക്കെ ഫുള്ള് പോലീസാണ്. ആ ഇനി അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി റെഡി അല്ലേ? ഒന്ന് നമ്മൾ തനിച്ച് ഇൻഷാല്ലാ രാവിലെ നമ്മൾ പല്ല് വെച്ചിട്ടേ പിന്നെ ഉമ്മ തേക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. ഓക്കെ അല്ലേ? രണ്ടാമതെടുത്ത തീരുമാനം എന്താ? ഇവൻ ഭയങ്കര കള്ളനാണ്. അവന് എല്ലാ ആഴ്ചയും 3 മിനിറ്റ് സ്പീച്ച് വേണമെന്ന് പറഞ്ഞപ്പോഴേ ആദ്യം അവൻ പറഞ്ഞു രാവിലെ തിരക്കാണ്. അപ്പൊ ഞാൻ ഞായറാഴ്ച വെച്ച് പിടിച്ചു. അപ്പൊ പോന് ഓർമ്മയിലില്ല. ഇത് രണ്ടാമതെന്താ തന്നെ സ്പീച്ച് വേണം, 3 മിനിറ്റ് സ്പീച്ച്. വിഷയം നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് എന്നോട് ചോദിക്കുക. ഞാൻ കണ്ടു എന്ന് ഉറപ്പ് വരുത്തണം. വാട്സപ്പിൽ ഇട്ടിട്ട് പോയാൽ ഞാൻ കാണൂല. അപ്പൊ ഒന്ന് മിസ് കോൾ അടിക്കേണ്ടി വരും. സെറ്റാണോ? എന്നിട്ട് പിന്നെ ഭാവിയിൽ എന്താ ആകുക? ഇൻഷാ അല്ലാ ഭാവിയിൽ അനൗൺസ്മെന്റ്, അജിസൽ ബേബി അങ്ങാടി നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര ഇപ്പൊ കണ്ടല്ലോ. ഇപ്പൊ ഫൈസൽ മൗലിന്റെ ഹുസൈൻ സെൽഫിന്റെ ഒക്കെ വരലില്ലേ? അതേമാതിരി. സെറ്റാണോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ ഞാൻ അറിഞ്ഞ നീ പാടുന്നാണ്. പാടുമല്ലോ. എന്നൊരു പാട്ടോട്. ഓടി വട ചൂന്തട ഓടവ കൂടി നടന്നിടമേ ഫടി കൂഫ വസുലാക്കിട വന്ദിയം ദിസ് ഫറാസിക്കനി പുറമാ ലമറദിനാളിരിന്തിടവേ ഇബിനു സിയാദളുന്തിടവേ അതിശയമൽച്ചമൈന്തിടവേ നിലുബിളു ഫുണ്ടാമത് ഉണ്ട് ഖലീബത്തി കണ്ടവനൈന്തിടവേ ഫുണ്ടാമത് ഉണ്ട് ഖലീബത്തി കണ്ടവനൈന്തിടവേ കണ്ടവനൈന്തിടവേ ഓടി വട ചൂന്തട ഓടവ കൂടി നടന്നിടമേ ഫടി കൂഫ വസുലാക്കിട വന്ദിയം ദിസ് ഫറാസിക്കനി പുറമാ ലമറദിനാളിരിന്തിടവേ ഇബ്നു സിയാദളുന്തിടവേ അതിശയമൽച്ചമൈന്തിടവേ നിലുബിളു ഫുണ്ടാമത് ഉണ്ട് ഖലീബത്തി കണ്ടവനൈന്തിടവേ ഫുണ്ടാമത് ഉണ്ട് ഖലീബത്തി കണ്ടവനൈന്തിടവേ കണ്ടവനൈന്തിടവേ. ആഴ്ചയിൽ ഓരോ പാട്ടും കൂടി റെക്കോർഡ് അതിപ്പോ ഞാൻ പറയാൻ ഒരുങ്ങിയിരുന്നു. എന്തായാലും പ്രസംഗം അങ്ങോട്ട് സെറ്റാകട്ടെ. പാട്ട് നീ അയച്ചോ? പാട്ട് അയച്ച സന്തോഷം. പക്ഷെ സ്പീച്ച് നിർബന്ധമാണ്. ഓക്കെ അല്ലേ? അതിന് ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഉമ്മാനോടൊന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഈ ഫിസിയോതെറാപ്പി നീ ഭയങ്കര സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യോ, അതോ ഇങ്ങനെ പാരൻസ് ഇങ്ങനെ കുറച്ച് പുഷ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? എന്താണ് എൻ്റെ ഒരു ഇത്? ഞാനൊന്ന് നോക്കട്ടെ. കുറച്ച് ഇതിൽ കൂടെ നോക്കി കാണും. എനിക്ക് കുറച്ച് പുഷ് ചെയ്യേണ്ടി വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും നീ ഇങ്ങനെ ഇതിൻ്റെ ഒരു കൂലി വിചാരിക്കലുണ്ടോ? ഇതൊക്കെ കൂലി കിട്ടൂലേ? ഇനി നിന്റെ ഫ്രണ്ട്സൊക്കെ കളിക്കുമ്പോൾ സങ്കടം തോന്നലുണ്ടോ? ഞാനെ കണ്ടിരിക്കും. ഒരു ചെറിയ സങ്കടം കൂടി ഇല്ല? ഇല്ല. ഓക്കെ ഓക്കെ. നിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നീ എനിക്ക് അയച്ച വീഡിയോ അല്ലേ? നീ എനിക്കൊരു വീഡിയോ അയച്ചില്ലടോ. ഏത്? അത് മറ്റേ എണീറ്റ് നിക്കണല്ലേ? അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ടോ? ഇതാ ഇത് എനിക്ക് അയച്ച വീഡിയോ ആണ്. ബലൂൺ പിടിക്കല? ബോളാ? നല്ല എണീറ്റ് ഇരുന്നിട്ട്. പിന്നെ നീ മൊബൈലിൽ എങ്ങനെ കളി? എങ്ങനെ മൊബൈലിൽ കുറച്ചൊരു കളി ഉണ്ടോ? മൊബൈലിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക നിന്റെ അഭിപ്രായത്തിൽ? എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെ? മൊബൈലില് ഖുറാൻ കേൾക്കുക, പിന്നെ ഇത് പാട്ട് കേൾക്കുക, ഈണത്തിലെ പാട്ട് കേൾക്കുക, പിന്നെന്താ നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക. എനിക്ക് മൊബൈൽ സ്ക്രീനിൽ വെച്ച് എഴുതാൻ കഴിയുമോ? അത് പറ്റൂല. കഴിയൂല? ഇല്ല, ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നക്കി കൊടുത്താലാണ്. അപ്പൊ നീ പേന പിടിച്ചാണോ എഴുതുക? അല്ല, ഫോണിലല്ലേ. ഫോണിലെ ബുദ്ധിമുട്ടാണ്. ഫോണില് മറ്റേത് പെന്നൊടിച്ചിട്ട് എഴുതാം, മറ്റേ സാധാ എത്തുള്ളത്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇങ്ങോട്ട്
ഒരു 3 മാസം അല്ലേ, അതെ. 3 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇവിടെ വരണം. ഇൻഷാ അല്ലാ. അപ്പം നീ വരുമ്പോൾ കുറച്ച് ലേഖനങ്ങളോ അല്ലെങ്കിൽ പാട്ടുകളോ അതും കൂടി ആയിട്ട് വരണം. സ്വന്തമായി എഴുതി തയ്യാറായിട്ട്. ആ. ഇന്ന് അത്ര ഉയരമുള്ള ട്രോഫി വരും, നിന്റെ നേർപകുതി ഉയരമുള്ള ട്രോഫി. നോക്കട്ടെ. ഓക്കെ, പിന്നെ വേറെന്താ നിനക്ക് പറയാനുള്ളത്? എല്ലാവരും നടക്കാൻ കഴിയാത്ത തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതെന്ന് വെച്ചാൽ ഇപ്പൊ അപ്പച്ചി പറഞ്ഞില്ലേ, 1ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്, ഇപ്പൊ 11 വയസ്സായി. അങ്ങനൊക്കെ പിന്നെ ഇപ്പോഴാണ് ഏകദേശമൊക്കെ ഒരു നടക്കാനാവുന്നൊരു മാറ്റം വന്നത്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് ലിയാൻ. ലിയാനാ? ആ, ലിയാനോടൊരു ഹൈ ലിയാൻ പറയൂ, സലാം പറയൂ. ഹായ് ലിയാൻ കാണുന്നുണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ കണ്ടോളൂ, ഇനി നമുക്ക് യൂട്യൂബ് ലിങ്ക് ഒക്കെ കൊടുക്കാം, അപ്പൊ കാണുമല്ലോ. ഓക്കെ, നിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാ? മലയാളം ടീച്ചർ. അപ്പൊ എന്താ അതിന്റെ കാരണം? അതെന്ന് വെച്ചാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മലയാളമാണ്, അപ്പൊ അത് എടുക്കണ ടീച്ചറാണ്. ഓക്കെ ഓക്കെ. പിന്നെ നിന്റെ ഡോക്ടേഴ്സ് ഇല്ലേ, നിന്റെ തെറാപ്പിസ്റ്റ്. തെറാപ്പിസ്റ്റുകള്, ആ. അവരൊക്കെ ആയിട്ട് എങ്ങനെ? അവരൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ദേഷ്യം പിടിക്കൊന്നുമില്ല. ആ അവരിങ്ങോട്ട് വളരെ ചിലപ്പോ ചെയ്തന്നെ സങ്കടം കഴിയും. എന്തുകൊണ്ടാ, നീ ചെയ്യാത്തോണ്ടാണോ? അതല്ല, അത് ഇടക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, ഇടക്ക് എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഞാൻ ചെയ്യണ കാര്യമില്ലേ, അപ്പോൾ അവർ ചീത്ത അറിയുമ്പോൾ എനിക്ക് സങ്കടമാവും. ഓ, സങ്കടാവേണ്ട ആവശ്യമില്ല, അവര് നിന്നെ മോട്ടിവേറ്റ് ചെയ്യാണ്. ആ അതന്നെ. അപ്പം ചിലപ്പോ കുറച്ച് സ്ട്രോങ്ങിലൊക്കെ ചെയ്യുന്നൊക്കെ പറയും അല്ലേ? അല്ലേ? അതാണ്, അല്ലാതെ ദേഷ്യം പിടിക്കണല്ല. നീ ഒന്ന് ഉഷാറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ മോട്ടിവേറ്റ് ചെയ്യണം അവർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ മെസ്സേജുകൾ വീണ്ടും വന്നിട്ടുണ്ട്. ധാരാളം ആളുകളുടെ മെസ്സേജ് ഉണ്ട്. യെസ്, ട്രോഫി അബൂവി ട്രോഫി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് പെട്ടെന്ന് എഴുത്ത് തുടങ്ങിക്കോ. എഴുതിയിട്ട് വാട്സപ്പിൽ ഉമ്മ എഴുതിക്കോളൂ. എന്താ കത്താണ് അല്ല ഇതാ ലേഖനം, കഥ, കവിത, കത്ത്, പുസ്തകം, എന്തോ നിന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം നമുക്ക്. അജിസലിന്റെ തെരഞ്ഞെടുത്ത കൃതികൾ, എന്നിട്ട് നല്ലൊരു പ്രകാശനൊക്കെ വെച്ചിട്ട് ഞാനൊരു 1/2 മണിക്കൂർ ഞാൻ പ്രസംഗിക്കും. പിന്നെ നമ്മളെ ഏതെങ്കിലും ഒരു സ്കോളർ അത് പ്രകാശനം ചെയ്യും. സെറ്റാണോ? അപ്പൊ അങ്ങനെ നല്ല എന്ത് ചെയ്യണം, വായിക്കണം. വായിക്കലുണ്ട്, നല്ല കഥ വായിക്കാൻ ഇഷ്ടം. എന്തൊക്കെ വായിക്കല്? അതിനെ കൂടുതൽ കഥ വായിക്കാം. ലാസ്റ്റ് വായിച്ച കഥ ഏതാ? ലാസ്റ്റ് യൂറിക്ക വായിച്ചത്, മറ്റേ മാസിക. അപ്പൊ കുറച്ച് പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ട് വായിക്കണം. സ്കൂളിലൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ ഞാനൊരു 5 പുസ്തകം, നീ വായിക്കേണ്ട ഒരു 5 പുസ്തകം ഇവിടുന്ന് കൊടുത്തു വിടുന്നുണ്ട്. സെറ്റാണോ? ചെറുതല്ലേ? ചെറുതെന്ന് പറഞ്ഞാൽ ഒരു 500 പേജുള്ള ഒരു 5 എണ്ണം. പിന്നെ 1000 പേജുള്ള പുസ്തകം ഉണ്ടല്ലോ, അപ്പൊ ചെറുതല്ലേ? ഇല്ല, ഇത് ചെറിയ പുസ്തകങ്ങളായിരിക്കും കേട്ടോ. കുറച്ച് ഒരു 3 പുസ്തകം എന്നാ ഇവിടുന്ന് അനിഫ് ഭായി എടുത്തു തരും. എന്നിട്ടത് വായിക്കണം. പ്ലാന് എനിക്ക് വോയിസ് ഇടണം. പ്ലാൻ ഇത് 50 പേജുള്ള ബുക്കാണ്, ഇത്ര ദിവസം കൊണ്ട് ഞാൻ വായിക്കും. എനിക്ക് വായിക്കണേന് വേറെ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. കാഴ്ചക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? കാഴ്ചക്ക് ഇപ്പൊ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് അത് ഇക്കണ്ണ് തീരും കാണൂല, പിന്നെ ഇപ്പോഴും കാണൂല, ഇത് കാണൂല, രണ്ടും ശരിക്ക് കാഴ്ചയില്ല. പിന്നെ അതൊന്നും ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണൂല, പിന്നെ നിങ്ങളൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് ഒന്നും കാണൂല. അല്ല, അപ്പം വായിക്കെങ്ങനെ? വായിക്ക കണ്ണട വെച്ചിട്ട്. കണ്ണട വെച്ചാൽ ക്ലിയർ ആയിട്ട് കാണും. കണ്ണട വെച്ചാൽ കാണും. അടിപൊളി. അപ്പൊ നമ്മളൊക്കെ ഓൾ ഇന്ത്യ കന്നഡ അസോസിയേഷൻ ആണ്. അതിന്റെ പ്രസിഡന്റ് ഞാനാണ്, അതിന്റെ സെക്രട്ടറി എന്റെ ഭാര്യയാണ്, അതിന്റെ വൈസ് പ്രസിഡന്റ് എന്റെ മോനാണ്, അതിന്റെ ജോയിന്റ് സെക്രട്ടറി എന്റെ വേറൊരു മോളാണ്. അങ്ങനെ ഇനിയിപ്പോ 2 കുട്ടികളോടെ ഉണ്ട്, ഓൽക്കൂടി നമ്മൾ കണ്ണട വെച്ച് കൊടുക്കും. ചില ആളുകളെ
ചില ആളുകൾ കണ്ണടയൊക്കെ വെക്കുമ്പോൾ തന്നെ ആകെ ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ. ഓക്കെ അല്ലേ? അപ്പോൾ നിനക്കൊരു മെമ്പർഷിപ്പ് തരാം, പക്ഷേ എനിക്കൊരു 5000 റുപ്യ ഗൂഗിൾ പേ ചെയ്യണം, എന്നാലേ തരുള്ളൂ. അതെന്താ മെമ്പർഷിപ്പ്? മെമ്പർഷിപ്പ് തന്നെ ഓൾ ഇന്ത്യ കന്നഡ അസോസിയേഷനിൽ മെമ്പർ ആകണമെങ്കിൽ ഓക്കെ. നിന്നെ കുറിച്ചാണല്ലോ മെസ്സേജ് ഫുള്ള്. ഒരുപാട് മെസ്സേജുകൾ. ഷാമില അയച്ച മെസ്സേജ് അത് സ്പീച്ചിനെ കുറിച്ചും പാട്ടിനെ കുറിച്ചും ഒക്കെയാണ്. ഷമീന ടി ചേലാമ്പ്ര പുസ്തകങ്ങളുടെ പേര് പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്കും ഉപകാരപ്പെടുത്താലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നോക്കാം, നമുക്ക് കുട്ടികൾക്ക് വായിക്കാവുന്ന കുറച്ച് ബുക്സ് പേര് പറയാം. അജ്സൽ വന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൂടി കിട്ടിയൊരു ഗുണമാണ് ഇൻഷാല്ലാ. സാജിദ PM തൃശ്ശൂരിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് എഴുതിയ എങ്ങനെയാണ്: അസ്സലാമു അലൈക്കും. ആ മോനെ എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അജ്സൽ മോൻ അള്ളാഹു ശിഫ നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. മോന് പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്, സംസാരം കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എന്നൊക്കെ ഉള്ളൊരു സങ്കടത്തിന്റെ ആവശ്യമൊന്നുമില്ല, സങ്കടത്തിന്റെ ആവശ്യമില്ല. ഇവനാള് പുലിയാണ്. കാരണം ഇത്രയും അവസ്ഥയിലും ഒരു പോസിറ്റീവായി ചിന്തിക്കുകയും സംസാരിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ടെർമിനോളജി അപ്ഡേറ്റ് ചെയ്തല്ലോ. നേരത്തെ വികലാംഗർ എന്നാണ് കൊടുത്തിരുന്നത്, അതിപ്പം പിന്നെ ഡിസേബിൾഡ് എന്നാക്കി. പിന്നെ അത് വൈകല്യമുള്ളവർ, ഇപ്പം അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. ഏകദേശം ഇപ്പോഴാണ് ശരിയായത്. ഇവന് അവൻ്റെ നടത്തത്തിലൊക്കെ ചെറിയൊരു പരിമിതി ഉണ്ട്. സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് അവന് ബാക്കി എല്ലാ കപ്പാസിറ്റി ഉണ്ട്. അവൻ്റെ ശബ്ദത്തിന്റെ എനർജി എത്ര അല്ലേ, ശ്രദ്ധിച്ചില്ലേ? പാട്ടിന്റെ ആ ഒരു സ്വരം അത് നല്ല സൗണ്ടാണ്. പിന്നെ ഭയങ്കര ഇരുത്തം വന്ന ഒരാളെ പോലെയാണ് സംസാരം. മാഷാഅല്ലാഹ് സംസാരം. അതൊക്കെ പഠിച്ചവൻ കൊടുത്ത തൗഫീഖാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കഴിവുണ്ട്, ഞാൻ ഭയങ്കര സംഭവമാണെന്നൊന്നും വിചാരിക്കരുത്. പഠിച്ചവൻ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ നല്ല ഉഷാറാകും, ഞാൻ നല്ല കുട്ടിയാകും. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി 3 ഭാഷയിൽ പ്രസംഗിക്കാം. മലയാളം ആവശ്യമുണ്ടെങ്കിൽ പ്രസംഗിച്ചാൽ മതി. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി. ഹിന്ദി 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പോണുള്ളൂ, എന്നിട്ട് ഹിന്ദിയില് പ്രസംഗമൊക്കെ ഒരുക്കാൻ. ഹിന്ദി നല്ല, ഹിന്ദിയിൽ നിങ്ങളെ പ്രസംഗം ആദ്യം വേണം. ഞാൻ ഇപ്പൊ തന്നെ നടത്തിയാലോ? हमारा अज्सल इधर है, वो ने हिंदी में खुतबा करेगा, വേണോ? ഓക്കെ. ഹിന്ദിയിൽ നമുക്ക് ഹിന്ദിയിൽ സ്പീച്ച് വേണം, ഇംഗ്ലീഷിലും വേണം. രണ്ടും നിങ്ങൾ ആദ്യം നടത്തി ഇവന്റെ മുമ്പ് ഒന്ന് രക്ഷപ്പെട്ടു പോലെ വലിയ പണി. ഒരു കാര്യം ചെയ്യാം, നമ്മൾ വേഗം നിർത്തി രക്ഷപ്പെടാം. ഏതായാലും അവസാനിക്കാനായി പോലെ. അപ്പൊ ഇന്ന് നമ്മൾ ഏതൊക്കെ ഷെഡ്യൂളാണ് നിനക്ക് വേണ്ടി ഒഴിവാക്കിയെന്നറിയോ? ശ്രോതാക്കളെല്ലാരും കൂടിയും വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫുൾ ഷെഡ്യൂൾ ഇത് ഫുൾ ഒഴിവാക്കി. ആ സമയത്ത് നീ സംസാരിച്ചു. അല്ല, അതെ നിനക്കുള്ള ഒരു അംഗീകാരമാണ് ഇൻഷാ അല്ലാഹ് കേട്ടോ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. ഏതായാലും വന്നതിൽ, കണ്ടതിൽ, സംസാരിച്ചതിലൊക്കെ വെരി 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 സന്തോഷം. ജസാക്കുമുല്ലാഹ് ഖൈർ. നീ സെൽഫായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യവും നീ സെൽഫായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ? എന്നിട്ട് എനിക്ക് പറഞ്ഞു തരണം, വാട്സപ്പ് പറഞ്ഞു തരണം, സെൽഫായിട്ട് ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യും എന്ന് പറഞ്ഞു തരണം. ഓക്കെയാണോ? ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. ഏതായാലും ശ്രോതാക്കളെ, ഇന്ന് വളരെ സമ്പന്നമായ ഒരു ദിവസമാണ്. ഏതൊരു ശ്രോതാവ് ചോദിച്ചു, കുറെ ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് വരികയാണ്. ഡെസ്കിലേക്ക് താജുദ്ദീൻ സലാഹി കണ്ടപ്പോൾ ഒരു പ്രത്യേക അതിഥി ഉണ്ടാകും. ഇവൻ ഇന്ന് വന്നാണ്. ഏതായാലും നമ്മൾ ആർക്കൈവ് സെഷനിലേക്ക് പോകുന്നു. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. അജ്സലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതേപോലെ ബുദ്ധിമുട്ട് പറഞ്ഞ വേറെ ഒരു ഉമ്മ നമ്മൾ കണ്ടു, പറയാത്തവരുണ്ടാകും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.